എങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് മോട്ടിവേഷൻ കിട്ടിയെന്ന് ഒരു സിനിമാറ്റിക് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെന്നാൽ അത് പോയി കണ്ടിട്ട് വാ. വീഡിയോ കണ്ടു കഴിഞ്ഞില്ല. അപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതി എടുത്തതാണ്. മിസ്റ്റേക്ക് ഉണ്ടാകാം, ക്ഷമിക്കണം. എന്താ മിസ്റ്റേക്കെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കി തരാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ വീഡിയോയൊക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അടിച്ചേക്കണം. ഇഷ്ടപ്പെട്ടാൽ ബെല്ലൈക്കൻ അടിക്കുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി ഇതുപോലത്തെ കണ്ടൻറ്റ്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 വീക്ക് അടുപ്പിച്ച് വീഡിയോ വീക്കിലി അല്ലെങ്കിൽ ഡേ ഇടുക നോക്കുക. ഡേ ഇടാൻ കുറച്ച് പണിയായിരിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ വീക്കിലി ആണെങ്കിൽ, ഇപ്പോൾ ഒരു മൺഡേ ആണെങ്കിൽ തന്നെ എല്ലാ വീക്കിലിയും മൺഡേ തൊട്ട് വീഡിയോ ഇടുക. അത് മോർണിംഗ് ആണ് ഈവനിങ് ആണ്, അത് നിങ്ങളുടെ ഇഷ്ടം. ആ സമയത്ത് വീഡിയോ ഇടുക. പിന്നെ ഈ ഹാഷ്ടാഗ്സ്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് അതിൻ്റെ ഹാഷ്ടാഗ്സ്, പിന്നെ ഒരു തമ്പ് ലൈനാണ് മെയിൻ. അപ്പോൾ ആ വീഡിയോ എഡിറ്റിങ്ങും തമ്പ് ലൈൻ എഡിറ്റിങ്ങും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ഇടാം. പിന്നെ കണ്ടൻറ്റ് ഞാൻ ഇത് തന്നെ രാവിലെ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ഇടും. അപ്പോഴാണെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് തുടങ്ങണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റാത്ത കുറേ പേരുണ്ട്. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എടുത്ത് ചെയ്യുക. മറ്റുള്ള എന്ത് ഓർക്കുമെന്ന് ഒന്നും നോക്കണ്ട. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഫോണ്, നിങ്ങളുടെ നെറ്റ്, നിങ്ങളുടെ ചാനൽ. പിന്നെ അതിൽ വേറെ ആരും വന്ന് തലയിട്ടാൽ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ വൈബ് ഇഷ്ടപ്പെടുന്ന വ്യൂവേഴ്സ് മതി. പിന്നെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാത്ത നല്ലത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് അവർ നമ്മളെ ഡീഗ്രേഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് ശരിയാവുമോ എന്നൊക്കെ തോന്നി വല്ലാണ്ട് കൊടുത്തു. അവർ തന്നെ കാണിട്ട്. പിന്നെ ഫേസ് കാണിക്കാൻ ഫസ്റ്റൊക്കെ മടിയുണ്ടെങ്കിൽ മാസ്ക് വെച്ച് കാണിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇങ്ങനത്തെ വഴിയൊക്കെ നോക്കുക. വണ്ടീനെക്കുറിച്ചാണെങ്കിൽ വണ്ടീനെക്കുറിച്ച് ചെയ്തു തുടങ്ങുക. ഇനി നീണ്ടു പോയാൽ നമ്മുടെ സമയം വേസ്റ്റായുള്ളൂ. ഓക്കെ, അതിങ്ങനെ നീണ്ടു പോകും. വർഷങ്ങളായി ഞാനും ഇങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞ് ഇരിക്കും. ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇതുമാതിരി ഈ സിനിമാറ്റിക് മോഡ് എടുക്കുക. ഒരു 5-6-7 വീഡിയോ എടുത്തിട്ടാണ് ഈ ഓരോന്നൊക്കെ റെഡി ആയത്. അപ്പോൾ അതൊക്കെ ഉണ്ടാകും, മടുക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ മടുക്കരുത്. നമ്മൾ മൂവ് ചെയ്യുക. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും മൂവ് ചെയ്താൽ നമ്മൾ ലൈഫിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ഇനി കൂടുതലായിട്ട് നമുക്ക് അറിയണം എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യണത്, ഏത് ആപ്പിലാണ് അത് എങ്ങനെ എഡിറ്റ് ചെയ്യണത്, പിന്നെ തമ്പ് ലൈൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണത് എന്നൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അത് അറിയണമെന്ന്. അതിനെപ്പറ്റി അറിയണ്ട. വീഡിയോ എഡിറ്റിംഗ് ആണോ, തമ്പ് ലൈൻ ക്രിയേഷനാണോ, പിന്നെ ഓഡിയോ ഔട്ട്പുട്ട് എങ്ങനെ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാം എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നമുക്കത് വെച്ച് നോക്കാം. പിന്നെ ക്യാമറയുടെ ആംഗിൾസ്, ക്യാമറ എങ്ങനെ വെച്ചെടുക്കണം, അതൊക്കെ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.